can discuss about pharmacology of drugs affecting calcium balance. So ഇവിടെ ബോഡിയിൽ ബ്ലഡിൽ കാൽസ്യം ലെവലിനെ അഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ ഫാർമക്കോളജി എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. The examples of drugs which will affect the calcium balance are calcitonin, parathyroid hormone or parathormone, and vitamin D. We will discuss the mechanism of action, regulation of release, action, ADR, and uses of these drugs. So before jumping to the drugs, let's see what is some basic knowledge about calcium. ഇപ്പോൾ കാൽസ്യം എന്ന് പറയുന്നത് ബോഡിയിൽ അഞ്ചാമത്തെ മോസ്റ്റ് അബണ്ടൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മെറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം കാൽസ്യമാണ്. ഇറ്റ് വിൽ മേക്ക് അപ്പ് അബൌട്ട് 2% ഓഫ് ദി ബോഡി വെയ്റ്റ്. 1 to 1.5 gram in adult is with this calcium, and over 99% of this 2%, അതായത് 1.5 gram കാൽസ്യത്തിൽ 99% ബോണിലാണ് സാധാരണഗതിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി 1% മാത്രമാണ് സാധാരണഗതിയിൽ പ്ലാസ്മ അല്ലെങ്കിൽ അതർ ടിഷ്യൂസിലൊക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത്. സോ ടോട്ടൽ പ്ലാസ്മ കാൽഷ്യം ഈസ് 2.5 millimolar per liter. So this is the normal level. Total body content is 1.3 kilogram. Bone 99%, intracellular 1%, extracellular 0.1%. Now coming to the sources, calcium എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫുഡിലാണ്? മിൽക്ക്, ചീസ്, എഗ് യോക്ക്, ഫിഷ്, ബീൻ. These are the rich sources. Now how this calcium is absorbed? By two mechanisms, active absorption or by passive absorption. Active absorption is saturable transcellular process which involve calbidin, which is a calcium binding protein regulated by active form of vitamin D. വിറ്റാമിൻ ഡിയുടെ പ്രസൻസിൽ ഈ ഒരു ബൈൻഡിങ് പ്രോട്ടീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ നടക്കുന്നത് കാൽസ്യത്തിൻ്റെ. പാസീവ് അബ്സോർപ്ഷൻ വിച്ച് ഈസ് നോൺ സാച്ചുറബിൾ പാരാസെല്ലുലാർ ഫ്ലോ എഫിഷ്യൻസി പ്രോസസ് low efficiency process which is not affected by the calcium status or parathyroid hormone. Both process occur through the small intestine. രണ്ടും സ്മോൾ ഇൻറ്റസ്റ്റൈൻ കൂടി തന്നെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത് by active absorption or passive absorption. Now what are the physiological roles of calcium? എന്തുകൊണ്ടാണ് കാൽസ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. കാൽസ്യം ഈസ് റിക്വയർഡ് ടു കൺട്രോൾ ദ എക്സൈറ്റബിലിറ്റി ഓഫ് നെർവ്സ് ആസ് വെൽ ആസ് ദി മസിൽ. നെർവ് ട്രാൻസ്മിഷൻ നടക്കാനും മസിൽസിൻ്റെ കൺട്രാക്ഷൻ നടക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു അയോണാണ് കാൽസ്യം. It will regulate the permeability of cell membrane, essential for the excitation and contraction coupling in all type of muscles, and excitation secretion coupling in endocrine, exocrine. ഏതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉണ്ടോ, ഏതൊക്കെ ഹോർമോൺസുകൾ ഉണ്ടോ, അതിൻ്റെയൊക്കെ റിലീസിന്, എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ നിന്നുള്ള ഹോർമോൺ റിലീസിന്, ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ റിലീസിന്, ഇങ്ങനെയുള്ള എല്ലാത്തിനും കാൽസ്യത്തിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. ഇൻട്രാസെല്ലുലാർ മെസ്സഞ്ചർ ഫോർ ഹോർമോൺ, ഓട്ടോകോയിഡ്, ട്രാൻസ്മെംബ്രെയിൻ. നമ്മളെല്ലാ സിസ്റ്റം പറയുന്ന സമയത്ത്, ഹോർമോൺ പറഞ്ഞ സമയത്താണെങ്കിലും ഏതെങ്കിലും ന്യൂറോ ട്രാൻസ്മിറ്റർ പറഞ്ഞ സമയത്തൊക്കെ ആണെങ്കിലൊക്കെ സൈക്ലിക് AMP ഉണ്ടായിട്ട് കാൽസ്യം ചാനൽ എൻഹാൻസ്മെൻറ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടാണ് മസിൽ കൺട്രാക്ഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ ഇൻട്രാസെല്ലുലാർ മെസ്സഞ്ചർ. ഇറ്റ് വിൽ കൺട്രോൾ ദ ഇമ്പൾസ് ജനറേഷൻ ഇൻ ഹാർട്ട് ആൻഡ് ഡിറ്റർമിൻ ദ ലെവൽ ഓഫ് ഓട്ടോമാറ്റിസിറ്റി ആസ് വെൽ ആസ് AV കണ്ടക്ഷൻ. എസെൻഷ്യൽ ഫോർ ദ ബ്ലഡ് കൊയാഗുലേഷൻ. ക്ലോട്ടിംഗ് പാത്വേയിൽ കാൽസ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്ലഡ് കൊയാഗുലേഷൻ നടക്കുന്നുള്ളൂ. ആൻഡ് സെർവ് ദ സ്ട്രക്ചറൽ ഫങ്ഷൻ ഓഫ് ബോൺ ആൻഡ് ടീത്ത്. ബോണിനും ടീത്തിനൊക്കെ അതിൻ്റെ ഹാർഡ്നെസ് കൊടുക്കുന്നതൊക്കെ കാൽസ്യത്തിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. സോ ദീസ് ആർ ദ ഫിസിയോളജിക്കൽ റോൾസ് ഓഫ് കാൽസ്യം. Now in case of deficiency, we have some calcium preparations which are available in our market, like calcium carbonate, calcium citrate, calcium gluconate, calcium lactate, calcium dibasic phosphate, and calcium chloride. ഇതിൽ സാധാരണഗതിയിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ പ്രഗ്നൻസിൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാലുവേദന എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത്
കാൽഷ്യം കാർബണേറ്റിൻ്റെ ടാബ്ലറ്റ്സുകൾ ഷെൽക്കാൽ 500 എന്നൊക്കെ ബ്രാൻഡ് നെയിമിൽ അവൈലബിൾ ആയിട്ടുള്ള ടാബ്ലറ്റ്സുകളൊക്കെ സാധാരണഗതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഓക്കെ, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഇഞ്ചക്ഷൻസുകളായിട്ട് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് മസിൽ സ്പാസം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാൽസ്യത്തിൻ്റെ പ്രിപ്പറേഷൻസുകൾ ഇഞ്ചക്റ്റബിൾ പ്രിപ്പറേഷൻസുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. Now what are the adverse effects of calcium preparations like constipation, bloating and excess of gas through oral route? Then which are used main calcium എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെറ്റനി which is a disorder of increased neuronal excitability usually associated with hypocalcemia. ബോഡിയിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന ന്യൂറോണൽ എക്സൈറ്റബിലിറ്റി, ചില സമയത്ത് മസിൽസുകളൊക്കെ വെറുതെ ഇങ്ങനെ കിടന്ന് തുള്ളിക്കളിക്കുന്ന പോലെയുള്ള ഒരു എഫക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് ടെറ്റനി എന്ന് പറയുന്നത്. ദെൻ ആസ് എൻ ഡയറ്ററി സപ്ലിമെൻറ്റ് വെൻ ഡിമാൻഡ് ഈസ് നീഡഡ്, അതായത് കൂടുതൽ ഡിമാൻഡ് ഉള്ള സമയത്ത് നമുക്ക് ഡയറ്ററി സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ പ്രഗ്നൻസിയിൽ പറയാൻ കാരണം. ഫീറ്റസിൻ്റെ ഗ്രോത്തിൻ്റെ സമയത്ത് കാൽസ്യത്തിൻ്റെ ലെവൽ നോർമൽ ലെവലിനേക്കാളും ബോഡി ആവശ്യമായിട്ട് വരും. ബോഡിക്ക് അതിൻ്റെ ഡിമാൻഡ് കൂടുതലാണ് ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡയറ്ററി സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കും. ദെൻ എൽഡർലി ആയിട്ടുള്ള പേഷ്യൻസിൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. നൗ കമ്മിങ് ടു ദ റെഗുലേഷൻ ഓഫ് പ്ലാസ്മ കാൽസ്യം ലെവൽ. ബോഡിയിൽ ബ്ലഡിൽ പ്ലാസ്മയുടെ ലെവൽ ഏതൊക്കെ ഹോർമോൺസുകളാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ഇറ്റ് ഈസ് പ്രിഷ്യസ്ലി റെഗുലേറ്റഡ് ബൈ 3 ഹോർമോൺ: പാരാത്തോർമോൺ, കാൽസിറ്റോണിൻ ആൻഡ് കാൽസിട്രയോൾ. ദിസ് ഈസ് നോട്ട് എൻ ഹോർമോൺ, ദിസ് ഈസ് ആൻ വിറ്റമിൻ. കാൽസിട്രയോൾ എന്ന് പറയുന്ന ഒരു വിറ്റമിൻ ആണ്, ബാക്കിയുള്ള രണ്ടും ഹോർമോൺസുകളാണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു 99% ബോണിലാണ് കാൽസ്യം ഉള്ളത്. അപ്പോൾ ബോണിൽ നിന്ന് അതിന് എക്സ്ചേഞ്ച് കൂട്ടാം, അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിൽ നിന്ന് അബ്സോർപ്ഷൻ കൂട്ടാം, അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന റീനൽ സിസ്റ്റത്തിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന കാൽസ്യത്തിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ബോഡിയിൽ അല്ലെങ്കിൽ പ്ലാസ്മയിൽ കാൽസ്യത്തിൻ്റെ ലെവൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ നോർമൽ പ്ലാസ്മ കാൽസ്യം ലെവൽ ഈസ് 9 to 11 mg/dL. Of this, 40% is bounded to plasma protein, 10% is complexed with citrate, phosphate and carbonate, and remaining 50% is ionized, which is physiologically important for the level. കാൽസ്യം പ്ലാസ്മ ലെവലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ റിമെയിൻ ആയിട്ട് നിൽക്കുന്ന 50% അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുന്ന അയണൈസ്ഡ് ഫോമിൽ നിൽക്കുന്ന കാൽസ്യമാണ് ഫിസിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ചെറിയൊരു ഫിഗറാണ്. ഇതിൽ ബ്ലഡിലെ പ്ലാസ്മയിലുള്ള കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുന്ന സമയത്ത്, ബ്ലഡിൽ പ്ലാസ്മയിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുന്ന സമയത്ത് പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. കാൽസ്യം കുറയുന്ന സമയത്ത് കാൽസ്യത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പാരാതെർമോണിൻ്റെ ആക്ഷൻ. അപ്പോൾ പാരാതെർമോൺ എന്താ ചെയ്യുക വെച്ചാൽ ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്തെടുക്കുന്ന കാൽസ്യത്തിനെ ബ്ലഡിലോട്ട് എടുക്കും. ഇതേ പാരാതെർമോൺ എന്ത് ചെയ്യും? നമ്മളെ ഇനാക്റ്റീവ് ഫോമിൽ നിൽക്കുന്ന വിറ്റമിൻ ഫെഡിയോൾ എന്ന് പറയുന്ന ഫോമിനെ കാൽസിട്രയോൾ ആക്കി മാറ്റും. അപ്പോൾ ഈ കാൽസിട്രയോളിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ബോണിൽ നിന്ന് കാൽസ്യത്തിനെ ബ്ലഡിലോട്ട് എടുക്കുന്ന ആക്ഷൻ ഉണ്ട്, ഇൻഡസ്റ്റൈനിൽ നിന്ന് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുന്ന ആക്ഷൻ ഉണ്ട്, അതുപോലെ കിഡ്നിയിൽ കാൽസ്യത്തിൻ്റെ എക്സ്ക്രീഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഇൻഹിബിറ്റ് ചെയ്യുന്ന ആക്ഷൻ ഉണ്ട്. ഓക്കെ, സോ കാൽസ്യം ലെവൽ കുറയുന്ന സമയത്ത് പാരാതെർമോൺ റിലീസ് ചെയ്യും. പാരാതെർമോൺ റിലീസ് ചെയ്യുന്ന സമയത്ത് ബോണിൽ നിന്ന് കാൽസ്യം ബ്ലഡിലോട്ട് എടുക്കും. ഇതേ പാരാതെർമോൺ ഇനാക്റ്റീവ് ഫോമിൽ നിൽക്കുന്ന വിറ്റമിൻ ഡിനെ ആക്റ്റീവ് ഫോമിൽ വിറ്റമിൻ ഡി ആക്കി മാറ്റും. ഈ വിറ്റമിൻ ഡി ഇൻഡസ്റ്റൈനൽ അബ്സോർപ്ഷൻ കൂട്ടും, ബോണിൽ നിന്നുള്ള കാൽസ്യത്തിനെ ബ്ലഡിലോട്ട് എടുക്കും, റീനൽ എക്സ്ക്രീഷൻ പ്രിവെൻറ്റ് ചെയ്യും. ഇനി ബ്ലഡിൽ കാൽസ്യം ലെവൽ കൂടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ബ്ലഡിൽ കാൽസ്യം ലെവൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കാൽസിറ്റോണിൻ്റെ ആക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ്. ബ്ലഡിലുള്ള കാൽസ്യത്തിനെ ബോണിലോട്ട് എടുക്കുക, ബ്ലഡിലുള്ള കാൽസ്യത്തിന് റീനൽ എക്സ്ക്രീഷൻ കൂട്ടുക, അതുപോലെ തന്നെ പാരാതെർമോണിൻ്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. കാൽസിറ്റോണിൻ നേരെ വന്നിട്ട് പാരാതെർമോണിൻ്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പോൾ ബോണിൽ നിന്ന് തിരിച്ച് ബ്ലഡിലോട്ട് എടുക്കുന്ന ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, so this is the normal regulation of plasma calcium level. ഇനി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പാരാതൈറോയിഡ് ഹോർമോൺ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് പാരാതെർമോൺ. ഇറ്റ്സ് ആൻ സിംഗിൾ ചെയിൻ 84 അമിനോ ആസിഡ് പോളിപെപ്റ്റൈഡ് ഹോർമോൺ
which are secreted by 4 parathyroid gland which will increases the calcium concentration. അപ്പോൾ പാരാതൈറോയിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇറ്റ്സ് ആൻ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ കൂടെ ഓർക്കുക. സോ എങ്ങനെയാണ് ഇതിൻ്റെ റെഗുലേറ്റ് ചെയ്യുന്നത്? ത്രൂ കാൽസ്യം സെൻസിങ് റിസപ്റ്റർ on the surface of parathyroid cells. So which will regulate the release of parathyroid hormone? Fall in plasma calcium will increases the parathyroid hormone release, and rise in plasma will inhibit the secretion by decreasing cyclic AMP of parathyroid cell. അപ്പോൾ ബ്ലഡിൽ കാൽസ്യം ലെവൽ കൂടുമ്പോൾ പാരാതൈറോയിഡ് ഹോർമോൺ റിലീസ് ചെയ്യും. ബ്ലഡിൽ കാൽസ്യം ലെവൽ കുറയുമ്പോൾ പാരാതൈറോയിഡ് ഹോർമോൺ റിലീസ് ചെയ്യും. കൂടുമ്പോൾ റിലീസിനെ ഇൻഹിബിറ്റും ചെയ്യും. ഓക്കെ, so this is the mechanism of action. If there is an increasing extracellular calcium concentration, calcium ion will bind with the receptor and activate the phospholipase, which will result in increasing level of IP3 or calcium, leading to the inhibition of parathyroid secretion. If when extracellular calcium is decreased, this is decrease the calcium binding to the receptor, which will stimulate the പാരാതൈറോയിഡ് ഹോർമോൺ സെക്രീഷൻ. ഇപ്പോൾ രണ്ട് രീതിയിലാണ്. കൂടുതലുള്ള സമയത്ത് പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും. കുറവുള്ള സമയത്ത് ഇതേ റിസപ്റ്ററിൽ തന്നെയാണ്. ആ റിസപ്റ്ററിൽ കാൽസ്യം ബൈൻഡ് ചെയ്യുന്നത് കുറയുന്നത് കാരണം പാരാതൈറോയിഡ് ഹോർമോണിനെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, നൗ വാട്ട് ആർ ദ ആക്ഷൻസ്? ഓവറാൾ ആക്ഷൻ പറയുന്ന സമയത്ത് ദേ വിൽ ഇൻക്രീസസ് ദ പ്ലാസ്മ കാൽസ്യം. ഇനി എങ്ങനെയാണ് പ്ലാസ്മ കാൽസ്യത്തിനെ ഇൻക്രീസ് ചെയ്യുന്നത്? From bone, it will increases the reabsorption of calcium from the bone. ബോണിൽ നിന്ന് കാൽസ്യത്തിനെ ബ്ലഡിലോട്ട് എടുക്കുക. ഇൻ കിഡ്നി they will increases the calcium reabsorption. അപ്പോൾ നമ്മൾ എക്സ്ക്രീഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിൽട്രേഷൻ, ദെൻ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ദെൻ എക്സ്ക്രീഷൻ. 100 ml ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 99% ബോഡിയിലോട്ട് തന്നെ തിരിച്ചെടുക്കും. ഓക്കെ, ആ തിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെ കൂട്ടുക. അപ്പോൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന കാൽസ്യത്തിൻ്റെ ലെവൽ കുറക്കാൻ പറ്റും. സോ അങ്ങനെ ബ്ലഡിൽ കാൽസ്യം ലെവൽ കൂട്ടും. ദെൻ ഇൻ ഇൻറ്റസ്റ്റൈൻ ദർ ഇസ് നോ ഡയറക്റ്റ് ആക്ഷൻ. പാരാതൈറോയിഡിന് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ കൂട്ടാനുള്ള ആക്ഷൻ ഇല്ല. പിന്നെന്താ ചെയ്യുന്നത്? ഈ പാരാതൈറോയിഡ് ഹോർമോൺ ഇനാക്റ്റീവ് ഫോമിൽ നിൽക്കുന്ന വിറ്റമിൻ ഡി, കാൽസിഫെഡയോൾ എന്ന് പറയുന്ന ഫോമിൽ നിന്ന് കാൽസിട്രയോൾ ഫോമിലോട്ട് മാറ്റും. അതാണ് പാരാതൈറോയിഡിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി ചെയ്യുന്നത് ഈ വിറ്റമിൻ ഡി ആണ്. വിറ്റമിൻ ഡി എന്ത് ചെയ്യും? ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ കൂട്ടും. ഓക്കെ, നൗ പാരാതൈറോയിഡ് ഹോർമോൺ വിൽ ഡിക്രീസസ് ദ കാൽസ്യം ലെവൽ ഇൻ മിൽക്ക്, സലൈവ ആൻഡ് ഒക്കുലാർ ലൈൻസ്. വേറെ രീതിയിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആ മിൽക്കിൽ കൂടെയൊക്കെയാണ് സാധാരണഗതിയിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. പാരാതൈറോയിഡ് ഹോർമോൺ അങ്ങനെ കുറക്കും ലെവല്. ബ്ലഡിൽ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ആ വഴിയുള്ള എക്സ്ക്രീഷൻസുകളൊക്കെ കുറക്കും. ഓക്കെ, നൗ കമ്മിങ് ടു ഡിസോർഡർ. പാരാതൈറോയിഡ് ഹോർമോണിലുള്ള 2 ഡിസോർഡേഴ്സുകൾ ഉണ്ടാവും. ഹൈപ്പോ പാരാതൈറോയിഡിസം, ഹൈപ്പർ പാരാതൈറോയിഡിസം. ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് സെക്രീഷൻ ഓഫ് പാരാതൈറോയിഡ് ഹോർമോൺ ആണ്. സോ ഇറ്റ് വിൽ മാനിഫെസ്റ്റ് ആസ് ലോ പ്ലാസ്മ കാൽസ്യം ലെവൽ, ടെറ്റനി, കൺവൾഷൻ, ലാരിഞ്ചോസ്പാസം, പാരാസ്തീഷ്യ, കാട്രാക്ട് ആൻഡ് psychiatric changes. Then another form of hypoparathyroidism. ഇവിടെ ആവശ്യത്തിന് പാരാതൈറോയിഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ടാർഗറ്റ് സെല്ലിന് അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനെ സ്യൂഡോ ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. ശരിക്കും അവിടെ പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ കുറവില്ല, പക്ഷേ റിലീസ് ചെയ്യുന്ന പാരാതൈറോയിഡ് ഹോർമോണിന് അതിൻ്റെ ടാർഗറ്റ് സെൽസിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ട് പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ആക്ഷൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് വിൽ മാനിഫെസ്റ്റ് ലൈക്ക് ഹൈപ്പോ പാരാതൈറോയിഡ് കണ്ടീഷൻസ്. ഓക്കെ, ബ്ലഡിൽ കാൽസ്യം ലെവൽ കുറയുന്ന രീതിയിലുള്ള കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ ഇവിടെ പാരാതൈറോയിഡ് ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് സ്യൂഡോ ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറയുന്നത്. Now second one is hyperparathyroidism. It is mostly due to the parathyroid tumor. പാരാതൈറോയിഡ് ഗ്ലാൻഡിന് ട്യൂമർ ഉണ്ടാകുമ്പോഴാണ് സാധാരണഗതിയിൽ എക്സസ് ആയിട്ട് പാരാതൈറോയിഡ് ഹോർമോൺ റിലീസ് ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഹൈപ്പർ കാൽസീമിയ, ഡീകാൽസിഫിക്കേഷൻ ഓഫ് ദി ബോൺ ആൻഡ് ഡിഫോർമിറ്റി ആൻഡ് ഫ്രാക്ചേഴ്സ്, metastatic calcification,
renal stone, muscle weakness, constipation and anorexia. Then how can we treat hyperparathyroidism due to the tumor? By surgical removal of parathyroid hormone. When it is not possible, low calcium or high phosphate diet with plenty of fluid is advised. So that is the hyperparathyroidism എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്യൂ ടു പാരാതൈറോയിഡ് ട്യൂമർ. അപ്പോൾ പാരാതൈറോയിഡിൻ്റെ ആക്ഷൻ കൂടും, അതായത് ബ്ലഡ് ബോണിൽ നിന്ന് കൂടുതലായിട്ട് കാൽസ്യത്തിനെ ബ്ലഡിലോട്ട് എടുക്കുന്ന സമയത്ത് ഓസ്റ്റിയോപോറോസിസും ഡീഫോർമിറ്റീസും ഫ്രാക്ചറിനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ്. ബ്ലഡിൽ കൂടുന്ന സമയത്ത് റീനൽ സ്റ്റോൺസുകൾ, കാൽസ്യം സ്റ്റോൺസുകൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ദീസ് ആർ ദ ഹൈപ്പർ പാരാതൈറോയിഡിസം. Now, what are the uses of parathyroid or parathyroid hormone? Usually, parathyroid hormone is not used in case of hypoparathyroidism. Hypoparathyroidism ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പാരാതൈറോയിഡ് ഹോർമോൺ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാറില്ല. ബിക്കോസ് ദ പ്ലാസ്മ കാൽഷ്യം ക്യാൻ ബി എലിവേറ്റഡ് ആൻഡ് കെപ്റ്റ് ഇൻ നോർമൽ റേഞ്ച് ബൈ യൂസിങ് വിറ്റമിൻ ഡി തെറാപ്പി. വിറ്റമിൻ ഡി കൊടുത്താൽ തന്നെ നമുക്ക് ആ രീതിയിൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻസിൽ. പാരാതൈറോയിഡ് ഹോർമോൺ ആസ് ഗിവൺ പാരൻട്രലി വൈൽ വിറ്റമിൻ ഡി ഈസ് ഗിവൺ ഓറലി. ഏറ്റവും ചീപ്പായിട്ട് ഓറലായിട്ട് തന്നെ നമുക്ക് വിറ്റമിൻ ഡി കൊടുക്കാൻ പറ്റുമ്പോൾ വെറുതെ കഷ്ടപ്പെട്ട് നമുക്ക് പാരൻട്രലായിട്ടൊന്നും ഇഞ്ചെക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ ദർ ആർ സം റീകോമിനൻറ്റ് പാരാതൈറോയിഡ് ഹോർമോൺസ് വിച്ച് വിൽ പ്രൊഡ്യൂസ് സെയിം ക്ലിനിക്കൽ എഫക്ട്സ് ഫോർ hypoparathyroidism. So this is the use of parathermone or parathyroid hormone. Now this is the recombinant preparation. ടെറിപ്പറാറ്റൈഡ് എന്ന് പറയുന്നതാണ് റീകോമിനൻ്റ് ആയിട്ടുള്ള ഒരു പാരാതൈറോയിഡ് ഹോർമോണിനുള്ള പ്രിപ്പറേഷൻസിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. സാധാരണ സ്യൂഡോ ഹൈപ്പോ പാരാതൈറോയിഡിസത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. വിച്ച് ഈസ് ഗിവൺ ബൈ IV. ഇഫ് പ്ലാസ്മ കാൽഷ്യം ലെവൽ ഫെയിൽ ടു റൈസ് ഇറ്റ് ഇൻഡിക്കേറ്റ് സ്യൂഡോ ഹൈപ്പോ പാരാതൈറോയിഡിസം. ഓക്കെ, ബോഡിയിൽ ആവശ്യത്തിന് പാരാതൈറോയിഡ് ഹോർമോൺ ഉണ്ടായിട്ടും പാരാതൈറോയിഡിൻ്റെ ആക്ഷൻ ഇല്ലാത്ത അവസ്ഥയാണ് സ്യൂഡോ ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ ലെവൽ പിന്നെയും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺഫേം ചെയ്യാം ദാറ്റ് ഈസ് എ സ്യൂഡോ ഹൈപ്പോ പാരാതൈറോയിഡിസം ആണ് എന്നുള്ളത് കൺഫേം ചെയ്യാം. Now coming to second drug which will affect the calcium balance, that is calcitonin. It's an hypocalcemic hormone. ഇപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷനുള്ള അതിൻ്റെ ആക്ഷൻസുകളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ പാരാഫോളിക്കിൾസ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈറോക്സിനും ട്രൈ ഐഡോ തൈറോണിൻ്റെയും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് കാൽസിറ്റോണിൻ വിച്ച് ഹാവ് ആൻ ഹൈപ്പോകാൽസിമിക് ആക്ഷൻ. ബോഡിയിൽ ബ്ലഡിൽ പ്ലാസ്മയിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കൂടുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആക്ഷൻ ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ ലെവൽ കുറക്കുക എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്? സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് കാൽസിറ്റോണിൻ ഈസ് റെഗുലേറ്റഡ് ബൈ ദ പ്ലാസ്മ കാൽസ്യം കോൺസെൻട്രേഷൻ. സോ റൈസ് ഇൻ പ്ലാസ്മ കാൽസ്യം വിൽ ഇൻക്രീസസ് ദ കാൽസിറ്റോണിൻ റിലീസ്. ഫാൾ ഇൻ പ്ലാസ്മ കാൽസ്യം വിൽ ഡിക്രീസസ് ദ കാൽസിറ്റോണിൻ റിലീസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കാൽസിറ്റോണിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ബോഡിയിൽ പ്ലാസ്മയിൽ കൂടുതൽ കാൽസ്യം ഉണ്ടാവുന്ന സമയത്ത് പ്ലാസ്മയിലുള്ള കാൽസ്യത്തിനെ കുറക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്മയിലുള്ള കാൽസ്യത്തിനെ ബ്ലഡിലോട്ട് എടുക്കുക, അല്ലെങ്കിൽ പ്ലാസ്മയിലുള്ള കാൽസ്യത്തിനെ കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് ആക്ഷൻ. വേറൊരു ആക്ഷൻ എന്ന് പറയുന്നത് പാരാതൈറോയിഡിൻ്റെ ബോണിൽ നിന്ന് ബ്ലഡിലോട്ട് എടുക്കുന്ന ആക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Okay, so that is the actions or regulation of plasma calcium by calcitonin. Now this is the synthesis. കാൽസി ജീൻ എന്ന് പറയുന്ന ജീൻസിന് പ്രോട്ടിയോലൈറ്റിക് ക്ലീവേജ് ഉണ്ടാകുന്ന സമയത്താണ് പ്രോ പെപ്റ്റൈഡ്സുകൾ ഉണ്ടാകുന്നത്. അതാണ് കാൽസിറ്റോണിൻ ഉണ്ടാകുന്നത്. കാൽസിറ്റോണിൻ സാധാരണ അതിൻ്റെ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കാൽസ്യത്തിൽ കൂടുതൽ ഈ ബ്ലഡിൽ സിറത്തിൽ കാൽസ്യത്തിൻ്റെ എമൗണ്ട് കൂടുന്ന സമയത്താണ്. അതല്ലെങ്കിൽ ഗ്യാസ്ട്രിൻ അല്ലെങ്കിൽ പെൻഡാഗ്യാസ്ട്രിൻ റിലീസ് ഉണ്ടാകുന്ന സമയത്താണ് കാൽസിറ്റോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. Now what are the action? Generally opposite to that of parathermone. പാരാതെർമോൺ എന്തൊക്കെ ആക്ഷൻ ഉണ്ടാക്കുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാക്കും. ഹെൽപ്പ് ഇൻ മെറ്റബോളിസം ഓഫ് കാൽഷ്യം ആസ് വെൽ ആസ് ഫോസ്ഫറസ്. Action will produce hypocalcemic action will produce or which will last for 8 hours.
It will lower the blood calcium through the following mechanism. It will inhibit the calcium absorption in intestine. It will inhibit the osteoclast activity in the bone. It will stimulate the osteoblastic activity in the bone. Then it will inhibit the renal tubular reabsorption. ബോഡിയിലോട്ട് തിരിച്ചെടുക്കുന്ന റീഅബ്സോർപ്ഷൻ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും, കൂടുതലായിട്ട് എക്സ്ക്രീഷൻ ഉണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദ ആക്ഷൻസ് ഓഫ് കാൽസിറ്റോണിൻ. നൗ കമ്മിങ് ടു യൂസസ്, എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ കാൽസ്യമിക് കണ്ടീഷൻ. ബോഡിയിൽ കൂടുതൽ കാൽസ്യം വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്, കാരണം അതൊക്കെ ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ജോയിൻറ്റ് പെയിനുകളും ബോൺസിൻ്റെ ഇടക്ക് ചില സ്ഥലത്ത് കൂടുതൽ കാൽസ്യം ഡെപ്പോസിറ്റ് ഉണ്ടാകുമ്പോൾ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ അത് ബാധിക്കും. ഓക്കെ, സോ ഹൈപ്പർ കാൽസ്യമിക് സ്റ്റേറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ പോസ്റ്റ് മെനോപ്പസ് ഓസ്റ്റിയോപോറോസിസിൻ്റെ കേസിൽ മെനോപ്പസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാൽസ്യം ഡിക്രീഷൻ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ്. ദെൻ പാക്കറ്റ് ഡിസീസ് ദാറ്റ് ഡിസ്റപ്റ്റ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡ് ടിഷ്യൂ വിത്ത് ദ ന്യൂ ബോൺ ടിഷ്യൂ. ദെൻ ഡയഗ്നോസിസ് ഓഫ് മെഡുലറി കാർസിനോമ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് മാനിയ. Usually calcitonin is given subcutaneous injection for decreasing irritability, euphoria and hyperactivity. So these are the uses of calcitonin. Now coming to the third drug which will affect the calcium balance, that is vitamin D. Vitamin D എന്ന് പറയുന്നത് നമുക്കറിയുന്ന ഒരു വൈറ്റമിൻ ആണ്. ADEK എന്ന് പറയുന്ന ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസിൽ വരുന്ന ഒരു വൈറ്റമിൻ ആണ്. കളക്റ്റീവായിട്ട് നമ്മൾ ആൻറ്റി റാക്കറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് സാധാരണഗതിയിൽ നമ്മളതിനെ പറയാറുള്ളത്. സിന്തസൈസ്ഡ് ഇൻ ബോഡി ആൻഡ് ഫൗണ്ട് ഇൻ ഫുഡ് വിച്ച് ഈസ് ആക്ടിവേറ്റഡ് ബൈ UV റേഡിയേഷൻ. It's fat soluble vitamin important for the intestinal absorption of calcium, fluoride, magnesium and phosphorus. And there are three forms of vitamin D. D3 which is cholecalciferol which is synthesized in the skin under the influence of UV rays. നമ്മുടെ ബോഡിയിൽ തന്നെ സ്കിന്നിൽ സിന്തസിസ് ചെയ്യുന്ന ഒരു വിറ്റമിൻ ഡി ആണ് വിറ്റമിൻ D3 എന്ന് പറയുന്ന cholecalciferol. Then D2 calciferol present in the irradiated food like yeast, fungus, bread and milk. And D1 which is a mixture of anti-rachitic substances found in the food which have only historic interest. നമ്മൾ യൂസ് ചെയ്യുന്ന D3 and D2 ആയിട്ടുള്ള വിറ്റമിൻസുകളാണ്. സോ ദിസ് ഈസ് ദ സിന്തസിസ് ഓഫ് ഓർ ആക്ടിവേഷൻ ഓഫ് വൈറ്റമിൻ ഡി. ഡൈഹൈഡ്രോ കോളിസ്റ്ററോളിനെ സ്കിന്നിൽ വെച്ച് UV ലൈറ്റിൻ്റെ പ്രസൻസിലാണ് കോളികാൽസിഫെറോൾ അല്ലെങ്കിൽ വിറ്റാമിൻ D3 ആക്കി മാറ്റുന്നത്. അത് ലിവർ എൻസൈമിനെ കാൽസിഫെഡയോൾ ആയിട്ട് മാറ്റും. പിന്നെ അത് കിഡ്നി മൈറ്റോകോൺട്രിയ കാൽസിട്രയോൾ ആക്കി മാറ്റും. അതുപോലെ തന്നെ എർഗോസ്റ്റിറോൾ കാൽസിഫെറോൾ ആക്കും D2. ദെൻ 25OH D2 ആക്കി മാറ്റും. ദെൻ അത് ആക്റ്റീവ് ഫോം ആയിട്ടുള്ള വിറ്റമിൻ D2 ആക്കി മാറ്റും. സോ ദിസ് ഈസ് ദ ആക്ടിവേഷൻ ഓഫ് വൈറ്റമിൻ ഡി ഇൻ അവർ ബോഡി. നൗ കമ്മിങ് ടു ദ ആക്ഷൻ. കാൽസിട്രോണിൻ്റെ ആക്ഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ബോണിൽ നിന്ന് കാൽസ്യത്തിനെ ബ്ലഡിലോട്ടെടുക്കുക, ഇൻഡസ്റ്റൈനിൽ നിന്ന് കാൽസ്യത്തിൻ്റെ കൂടെ ഫോസ്ഫറസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ കൂട്ടുക, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ എക്സ്ക്രീഷൻ കുറക്കുക, റീഅബ്സോർപ്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സോ കാൽസിറ്റോണിൻ വിൽ എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ദ ഇൻഡസ്റ്റൈൻ. ദിസ് ഈസ് ബ്രോട്ട് ബൈ ഇൻക്രീസിങ് the synthesis of calcium channel and a carrier protein for calcium which is called as calcium binding protein, calbidin. Calcitriol will enhances the resorption of the calcium and phosphate from the bone by promoting recruitment and differentiation of osteoclast precursors in the bone remodeling unit. Then calcitriols will enhances the tubular reabsorption of the calcium and phosphate in the kidney, thereby it will decreases the excretion. So in bone, calcium vitamin D is important for the growth of bone. It is used in case of osteoporosis treatment. Old people with osteoporosis taking vitamin D with the calcium to prevent the hip fracture. In kidney, it will increases the calcium and phosphate reabsorption. In intestine, it will increases the calcium and phosphate absorption and synthesis of calbidin. In cardiovascular system, it will slightly reduce the risk of stroke and myocardial infarction. And in immune system,
It mainly activates the innate immunity. Vitamin D will activate the innate immunity and act against viral infection and used for the treatment of autoimmune diseases. And in pregnancy, if mother having less vitamin D in the blood, which lead to type 4 diabetic mellitus, gestational diabetic mellitus lead ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം കൂടിയാവും deficiency of vitamin D എന്ന് പറയുന്നത്. Now there are two vitamin D deficiency diseases, Rickettsia and Osteomalacia. Rickettsia is due to the insufficient amount of calcium and phosphate to mineralize the growing bone, leading to the growth failure and structural deformities in children. And Osteomalacia is due to inadequate level of phosphate, calcium and vitamin D in older people. രണ്ട് കണ്ടീഷനും ഏജിനനുസരിച്ച് മാറുന്നുവെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്ന് ഓൾഡറിലാണ് റിക്കറ്റ്സിയ സാധാരണ സ്കെൽട്ടൽ ഡിഫോർമിറ്റീസ് ഇൻ ചിൽഡ്രൻസിലാണ് ഉണ്ടാവാറുള്ളത്. Now coming to the preparation, these are the available preparations of vitamin D in our market: calciferol, cholecalciferol, calcitriol, alpha calcidol, dihydrotachisterol. Now drug interaction, വിറ്റമിൻ്റെ കൂടെ കുറച്ച് ഡ്രഗ്സുകൾ കൊടുക്കുന്ന സമയത്ത് വിറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ കുറയാനുള്ള ചാൻസുകളുണ്ട്. കോളിസ്റ്റൈറമിൻ വിച്ച് ഈസ് ആൻ കൊളസ്ട്രോൾ ലോവറിംഗ് ഡ്രഗ് ആൻഡ് ലിക്വിഡ് പാരഫിൻ വിച്ച് ഈസ് ആൻ ലാക്സേറ്റീവ്. ഇത് രണ്ടും വിറ്റമിൻ ഡിൻ്റെ കൂടെ കൊടുക്കുന്ന സമയത്ത് വിറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുറയും. Then phenytoin and phenobarbital will reduces the responsiveness of the target tissue to the calcitriol, and their prolonged use may cause rickettsia and osteomalacia. These are the important drug interaction of vitamin D. Coming to uses, it is used for the prophylaxis and treatment. ഈ പ്രൊഫൈലാക്സിസും തെറാപ്യൂട്ടിക്കും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രൊഫൈലാക്സിസ് എന്ന് വരുന്ന ഇനി വരാൻ പോകുന്ന ഒരു ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്ന കണ്ടീഷനെയാണ് പ്രൊഫൈലാക്സിസ് എന്ന് പറയാം. ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് എന്ന് ഓൾറെഡി ആ കണ്ടീഷൻ വന്നു. ഇപ്പോൾ ഹൈപ്പോ കാൽസീമിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പോൾ കാൽസീമിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കൊടുക്കാം. അതിനാണ് പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. ഹൈപ്പോ കാൽസീമിയ ഉള്ള സ്റ്റേറ്റിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ തെറാപ്യൂട്ടിക് യൂസ് എന്നാണ് പറയാം. ഓക്കെ, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിൻ്റെ കേസിലാണ് വിറ്റമിൻ ഡി നമ്മൾ പ്രൊഫൈലാക്സിസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ദെൻ മെറ്റബോളിക് റിക്കറ്റ്സ്, then senile and postmenopal osteoporosis, then hypoparathyroidism and Fanconi syndromes. These are the uses of vitamin D. So that is all about the drugs acting on calcium balance. Hope it is clear. Thank you.